KSRTCയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BMS സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും കൃത്യമായി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു മാർച്ച്. BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വരുന്ന സംസ്ഥാന ബജറ്റിൽ ജീവനക്കാരുടെ ആവശ്യം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബഡ്ജറ്റിൽ KSRTCയെ പൊതുമേഖലയിൽ സംരക്ഷിച്ചുകൊണ്ട് ഇതിനെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇന്നത്തെ ഈ ധർണയിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത്. KSRTCയുടെ പെൻഷൻ ഫണ്ട്, ആ പെൻഷൻ ഫണ്ട് ഒരു ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഈ ബഡ്ജറ്റിൽ അതിന് വേണ്ടുന്ന KSRTCക്ക് വേണ്ടുന്ന സാമ്പത്തിക ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും പൊതുജനങ്ങൾ പൊതുഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ അത് KSRTCക്ക് ഗുണം ചെയ്യുമെന്നും അതിന് മുന്നോടിയായി KSRTCയിലെ പുതിയ ബസ്സുകൾ വാങ്ങിക്കൊണ്ട് KSRTCക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ട് KSRTCയുടെ പെൻഷൻ NBSൻ്റെ പെൻഷൻ NBSലെ പണം 400 കോടി രൂപയാണ് മുടക്കമുള്ളത്. അതടച്ചാൽ പോലും അതിൻ്റെ പ്രാധാന്യം ലഭിക്കില്ല. അത് പ്രാധാന്യം ലഭിക്കാത്തത് കൊണ്ട് NBS എന്നുള്ളത് മാറ്റി സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മാറണമെന്നും പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ KSRTC ജീവനക്കാരൻ നൽകണമെന്നും DA അടക്കമുള്ള അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ. ഇത് കേരള ഗവൺമെൻറ് നാളെ നടക്കുന്ന ബഡ്ജറ്റിൽ KSRTCക്ക് അനുയോജ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ഈ ധർണ.